ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുന്നു. മുഖ്യമന്ത്രി വരുന്നു, രണ്ടാം ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ എത്തുന്നു എന്നുള്ളൊരു വലിയ ഉറ്റുനോക്കലും ഒരു ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ LDF കൂടുതലൊരു ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയും വരുന്നുണ്ട്, അതുപോലെ നേതാക്കന്മാര് മിക്കവാറും ഇവിടെയുള്ള PBI മെമ്പർമാരും നേതാക്കന്മാരും എല്ലാം ഇവിടെ ഇലക്ഷൻ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഒരു ആവേശമുണ്ട്. ഇന്നിപ്പം സ്ഥാനാർത്ഥി പര്യടനം ഈ നിലമ്പൂർ നഗരസഭയിലാണ് ഞങ്ങളുടെ. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഞങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് UDFന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ മാഷ് നമ്മളോട് തന്നെ പറഞ്ഞത് UDFനകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അകത്തൊരു ഭിന്നിപ്പുണ്ട്, ഇതൊക്കെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു വരിക. അങ്ങനെ ദൂരവ്യാപകമായ അങ്ങനെ LDF കാണുന്നുണ്ടോ? ഈ മുന്നണിക്കകത്തൊരു പിളർപ്പ് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ കരുതുന്നുണ്ടോ? ഞങ്ങളിപ്പോ അവരുടെ മുന്നണിക്കകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കുന്നേ ഇല്ല. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ മതരാഷ്ട്രവാദം അത് ലോകത്ത് എവിടെയായാലും അപകടമാണ്. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മതരാഷ്ട്രവാദം ഉയർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഏതെങ്കിലും മറ്റു വ്യക്തികളോടോ അങ്ങനെയുള്ള ആ വാദത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഗോവിന്ദ മാഷും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ PDPക്ക് ആ കാര്യമായിട്ടൊരു വോട്ട് തന്നെ ഈ മണ്ഡലത്തിലില്ല. പക്ഷെ PDPയോടുള്ള LDFന്റെ ഈ നിലപാട് അത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. അത് വേണ്ടിയിരുന്നു എന്ന് തന്നെ കരുതുന്നുണ്ടോ? ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല സമീപനം. ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PDPയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികമായിട്ട് വിഷയം. കാരണം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന ആശയം ആര് പ്രചരിപ്പിക്കുന്നുവോ അവരെ കൂടെ നിർത്താൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അതുതന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പറഞ്ഞിങ്ങനെ വാദിക്കുന്ന ആളുകളല്ല, അങ്ങനെ വാദിക്കുന്നവരെ അല്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള ആരാധനയും സമ്പ്രദായങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. പക്ഷേ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുക എന്നുള്ളത് അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ അംഗീകരിക്കുക? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്നാൽ ഏത് മതത്തിന്റെയും ആരാധനയെയോ അവരുടെ രീതിയെയോ മനുഷ്യന് ദ്രോഹകരമല്ലാത്ത ഏത് ആരാധനയെയും അവർക്ക് തുടരുന്നതിന് അവസരം ഉണ്ടാകണമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ ജമാഅത്തയുടെ പിന്തുണ രഹസ്യമായിട്ട് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷം ഈ പറയുന്നതിന് ഇരട്ടത്താപ്പില്ലേ എന്ന് എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അത് ഈ പല തെളിവുകൾ വെച്ചുകൊണ്ടാണ്, ഈ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അടക്കമുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തോടുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി ഉണ്ടോ? ശരി, തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന വാദം ഇത് തന്നെയാണ്. അത്തരത്തിൽ പരസ്യമായ മതരാഷ്ട്രവാദം എന്ന് അവർ ഉന്നയിക്കാൻ തുടങ്ങിയോ അത് ആ സമയത്ത് ഞങ്ങൾ അവരുമായിട്ടുള്ള യാതൊരു സഖ്യത്തിനും നിന്നിട്ടില്ല. ഏതെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. നിങ്ങൾ ഏതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏതെങ്കിലും 2016 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പം ഇവര് മതരാഷ്ട്രവാദം പറയുന്നതിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഞങ്ങൾ പിന്തുണ തേടിയിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഒറ്റ കാര്യം കൂടെ, മുഖ്യമന്ത്രി നാളെ വരുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഇപ്പോഴും ആളി കത്തിക്കുന്നുണ്ട് UDF, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമല്ല എത്ര തവണ വ്യക്തമാക്കിയതാണ്. ആരാണ് മുഖ്യമന്ത്രി? CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും. എന്താ CPMന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും ഓർക്കേണ്ടത് ഈ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് EMS ഗവൺമെന്റാണ്, EMS ആണ്. മാത്രമല്ല അന്ന് MSPയിൽ പോലും ചേരാൻ മുസ്ലിം വിഭാഗത്തിന് അവകാശമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുസ്ലിങ്ങളെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ ഒക്കെയുള്ള പരാമർശത്തെ കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ മലബാർ സ്പെഷ്യൽ പോലീസിൽ മുസ്ലിങ്ങൾക്ക് അംഗമാകാൻ പറ്റില്ല എന്ന് വാദം ഉയർത്തിയിരുന്ന കാലത്ത് ഇന്ത്യൻ പൗരന്മാരാണവർ, ഹിന്ദുക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞത് ഈ പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, EMS ആണ്. ആ EMSന്റെ പിൻഗാമി തന്നെയാണ് സഖാവ് പിണറായി. അർത്ഥശങ്കക്കടയില്ലാത്ത വിധം
ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിന്നെയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ പറയേണ്ടതില്ല എന്നുള്ളതാണ്. നന്ദി ടീച്ചറെ.